അത് ലക്ഷക്കണക്കിന് ബാധ്യതകളും കടങ്ങളുമായിട്ട് ഞങ്ങളോട് കടവച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ കളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ കാര്യത്തിലേക്ക് പോകണം. കഴിഞ്ഞ കുറച്ച് ദിവസമായി തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ബീഫ് കിട്ടാനില്ല. അത് ആരും തന്നെയും കച്ചവടം നടത്തുകയില്ല എന്നുള്ള തീരുമാനത്തിലാണ് വ്യാപാരികൾ എല്ലാവരും ഉള്ളത്. എന്താണ് അതിന് കാരണം? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ കച്ചവടം നടത്തുന്നില്ല എന്നുള്ളൊരു കർശന തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? കച്ചവടം നടത്താമെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന സാധനങ്ങൾക്ക് അമിതമായ വില ഈടാക്കുന്നു. പിന്നെ ചായക്കടക്കാരുടെ അടുത്ത് വില കൂട്ടാൻ പറയുമ്പോൾ അവരുടെ മുഷ്കിലും വർത്തമാനത്തിലും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതല്ലെങ്കിൽ ഒരാൾ വെക്കാണ്ടെന്നുള്ള രീതിയാണ് തൊഴിലുള്ള ഹോട്ടലുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമല്ല, കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ വില കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അപ്പോൾ തന്നെ നിങ്ങളുടെ കട പൂട്ടിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഒരാഴ്ച കാലമായിട്ട് കട അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വിവരം കിട്ടി, കാർഡ്സിൽ കല്ലൂർക്കാട് ഭാഗത്ത് നിന്ന് ഇറച്ചി വെട്ടിക്കൊണ്ടുവന്ന് കാർഡ്സിൽ 2 കടയിലായിട്ട് ഇറച്ചി വെക്കണമെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. ആ പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. നാളെ തൊട്ട് ശക്തമായിട്ടുള്ള തീരുമാനത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ഈരാറ്റുപേട്ടയിൽ നിന്നും മൂവാറ്റുപുഴയിൽ നിന്നൊക്കെ ഇറച്ചി തൊഴിലേക്ക് ഹോട്ടലുകാരും മേടിച്ച് വെക്കുന്നുണ്ട്. അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് തടയും. അത് എന്ത് വിഷയം ഉണ്ടായാലും ഞങ്ങൾ തടയും. ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ചാണ് നിൽക്കുന്നത്. തൊഴിലുള്ള മൊത്തം ഇറച്ചിക്കടക്കാരും ഒരുമിച്ച് നിൽക്കുമോ? ഇപ്പോൾ ഈ അപ്രതീക്ഷിതമായ വിലവർധന ഉണ്ടായെന്നാണല്ലോ നിങ്ങൾ പറയും. എന്താണ് അതിന് കാരണമായിട്ട് പ്രധാനപ്പെട്ട? പുറം രാജ്യത്ത് നിന്ന് വന്ന കന്നാലികൾക്ക് അമിതമായ ഈ വില ഈടാക്കിക്കൊണ്ട് വന്ന വഴിക്ക് BJP സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെയുള്ള ആളുകൾ വണ്ടി പാസിങ് 5,000 രൂപ കൊടുത്തുകൊണ്ട് നടത്തി 25,000 30,000 രൂപ പാസിങ് ഒരു വണ്ടി പാസ് ചെയ്യണതിന് നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഇപ്പം പാലത്തിൻ്റെ വരെ ഒരു പാസിംഗാരാ, അതിൻ്റെ അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് ഒരു പാസിംഗാരാ. അവർക്ക് നേരത്തെ 5,000 കൊടുത്തുകൊണ്ട് ഇപ്പോൾ 25,000 30,000 ചോദിക്കുക. അപ്പോൾ ഒരു ഉരുവിന് നമുക്കൊരു 5,000 രൂപ 4,000 രൂപ വെച്ച് കയറി വരുമോ? അപ്പോൾ നമുക്ക് ഇവിടെ 100 മീറ്റ് 35,000 കിട്ടിക്കൊണ്ട സാധനത്തിന് ഇപ്പോൾ 45,000 രൂപയാവുമോ? വണ്ടി ചാർജ് അതുപോലെ, ഡീസൽ വർധന അതുപോലെ. അപ്പോൾ അതുപോലെയുള്ള പണിക്കാർക്കിട്ട് അടി, അതിന് കൂടെ തന്നെ തൊഴിലാളികൾക്കിട്ട് അടി, മുതലാളിമാരെ വണ്ടി കത്തിക്കൽ. ഇന്ന് തന്നെ ആന്ധ്രയിൽ 14 ലോഡ് സാധനം പിടിച്ചിട്ടുണ്ട്. അതിന് ശക്തമായിട്ട് നാളെ വാണിയംകുളം ഭയങ്കര പ്രതിഷേധം നടത്തുകയാണ്. അപ്പോൾ ഈ കച്ചവടം നടത്തില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ച് അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. വെളിയിൽ നിന്ന് ഈരാറ്റുപേട്ടയിൽ നിന്നോ മൂവാറ്റുപുഴയിൽ നിന്നോ പെരുമ്പാവൂരിൽ നിന്നോ അങ്ങനെ ഒന്നും ഒരിടത്തുനിന്നും ഇറച്ചി തൊഴിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പണി മുടക്കി നിർത്തിയേക്കാം. അപ്പോൾ ഇതിനൊരു തീരുമാനം നമുക്ക് വേണമല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും 8-10 രൂപ വെച്ച് ഞങ്ങൾക്ക് ഡെയിലി പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പേരിലാണ് ഞങ്ങൾക്കെന്നല്ല, ഈ ചെയ്യുന്ന സർവ്വ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ 1-2 ആൾക്കാർ ഇങ്ങനെ ചെയ്യും, പേട്ടയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഹോട്ടലിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുകയും ചെയ്താൽ നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഗുണമില്ലാതായി പോകും. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും സഹകരിക്കണമെന്നുള്ളതാണ് നമ്മുടെ. ഹോട്ടലുകാരും സഹകരിക്കണം, സർവ്വ ആൾക്കാരും സഹകരിക്കണം. ഹോട്ടലിലേക്കും കാറ്ററിങ്ങിനാണ് മെയിനായിട്ട് ഇറച്ചി കൂടുതലും പോകുന്നത്. ഇടവസം എന്ന് പറഞ്ഞാൽ ചില്ലറ വെക്കുന്നത് 10-20,000 അല്ലെങ്കിൽ 25,000 അല്ലെങ്കിൽ 15,000 രൂപ. ആ പണിക്കാർക്ക് കൊടുക്കാനുള്ള കാശ് നമ്മൾ കടയിൽ ചില്ലറ വെക്കണുള്ളൂ. മെയിനായിട്ട് വെള്ളി ശനി ഞായർ ഈ 3 ദിവസങ്ങളിലാണ് ചില്ലറ വെക്കുന്നത്. ബാക്കിയുള്ളത് മൊത്തം കാറ്ററിങ്, ഹോട്ടൽ അങ്ങനെയുള്ള കേന്ദ്രീകരിച്ചാണ് നമ്മൾ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്തും ഒരു പരിധി കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇന്ന് 450 വെക്കണമെങ്കിൽ 450 തരാം നമുക്ക് പറയാൻ പറ്റില്ല. അവരും പ്ലേറ്റ് എണ്ണത്തിനും ഹോട്ടലിലാണെങ്കിൽ ഒരു പ്ലേറ്റ് 7 കഷ്ണം ബീഫ് കൊടുത്തിട്ട് ഇവർ 120-130 മേടിക്കുന്നുണ്ട്. നമ്മൾ നാളെ പോയിട്ട് 400 രൂപ ആക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. നിൻ്റെ ഇറച്ചി വേണ്ടാവെന്ന് പറഞ്ഞാൽ നമ്മൾ പുറന്നുള്ളൂ. പിന്നെ അപ്പോൾ അടുത്ത ആൾ കൊടുക്കാൻ നിൽപ്പുണ്ട്. അവൻ്റെ നഷ്ടം ലാഭം അവൻ നോക്കുന്നില്ല. തീർച്ചയായും അമിതമായ വിലവർധന മൂലം കച്ചവടം വലിയ നഷ്ടത്തിലാണ്. അതുകൊണ്ട് വില നിയന്ത്രിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുന്നതുവരെ വ്യാപാരം നടത്തുകയില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് തൊടുപുഴയിലെയും പരിസര പ്രദേശത്തെയും ഇറച്ചി വ്യാപാരികൾ എന്നുള്ളതാണ്. ഇറച്ചി വിൽപ്പനയിൽ വലിയ പ്രതിസന്ധി ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പൊതുജനങ്ങൾക്കും അനുഭവിച്ചറിയാവുന്ന കാര്യമാണ്. ഷെർ മോഹനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.